അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ക്യുസാറ്റിനകത്ത് UG പ്രോഗ്രാമിനകത്ത്, അതായത് നമ്മുടെ ഡിഗ്രി കോഴ്സ് MSc ഇന്റഗ്രേറ്റഡ് MScക്കൊക്കെ വരുന്ന സീറ്റിന്റെ എണ്ണം എല്ലാത്തിന്റെയും ഉണ്ട്, LLBയുടെ എല്ലാം ഉണ്ട്. അപ്പോഴത്തേക്കും എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി ഇത്രയാണ് എഞ്ചിനീയറിംഗിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിനകത്ത് സിവിൽ 90 സീറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് 90 സീറ്റ് ഉണ്ട്, ECയും 90 സീറ്റ് വീതം ഉണ്ട്. ഇനി ട്രിപ്പിൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വരുമ്പോഴത്തേക്കും അത് 60 സീറ്റേ ഉള്ളൂ. അതിന് സീറ്റ് കുറവാ. IT-ക്ക് 90 സീറ്റ് ഉണ്ട്, മെക്കാനിക്കലിന് 90 സീറ്റ് ഉണ്ട്, ഫയർ ആൻഡ് സേഫ്റ്റി 60 ഉണ്ട്. അപ്പൊ നോക്കി SOയിലോ ഉള്ള ബാക്കി കോഴ്സുകളിൽ 90 വെച്ചുണ്ട്, പക്ഷേ ട്രിപ്പിളിക്കും സേഫ്റ്റിക്കും 60 വെച്ചേ ഉള്ളൂ. ഇനി കുട്ടനാട് ക്യാമ്പസിനകത്ത് ഇത്രയും അതിനകത്ത് കണ്ടുള്ളൂ. മെയിൻ സൈറ്റിനകത്ത് ഞാൻ നോക്കിയപ്പം നോക്കിയേ EC ഉണ്ട്, EE ഉണ്ട്, IT ഉണ്ട്, 45 സീറ്റ് എഴുതാം. ഇനി പോളിമർ ടെക്നോളജി എന്താണ്, റബ്ബറും പോളിമർ ടെക്നോളജിയും 20 സീറ്റേ ഉള്ളൂ. ഇനി മറൈൻ എഞ്ചിനീയറിംഗിന് 80 എണ്ണം ഉണ്ട് സീറ്റ്. നേവൽ ആർക്കിടെക്ചറിന് 34 സീറ്റ് ഉണ്ട്, ഇൻസ്ട്രുമെന്റേഷന് 40 സീറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ BTech കോഴ്സുകളുടെ സീറ്റ് ഇതാണ്. ഇനി BVOC ഒരു 30 സീറ്റും ഉണ്ട്. ലാറ്ററൽ എൻട്രി ആകുമ്പോൾ അവർ പറയുന്നത് ഈ ടോട്ടലിന് 10% കൊടുത്തേക്കുന്നത്, പ്ലസ് ആ ഒരു സീറ്റ്, അതായത് ഒഴിഞ്ഞടക്കുന്ന സീറ്റും കൂടി ലാറ്ററൽ എൻട്രി വഴി പിന്നീട് ഫിൽ ആവും. സെക്കൻഡ് ഇയറിലല്ലേ ലാറ്ററൽ എൻട്രി വരുന്നത്. അപ്പോൾ ഒഴിഞ്ഞടക്കുന്ന സീറ്റിൽ LIT വഴി ഫിൽ ആവും. ഇനി നമുക്ക് MSc കോഴ്സ് ആകുമ്പോൾ എല്ലാം 5 ഇയർ കോഴ്സ് ആണ് കേട്ടോ. നമ്മുടെ BTech എല്ലാം 4 കൊല്ലം, ഇത് 5 ഇയർ കോഴ്സ് ആണ് MSc കോഴ്സ്. അതിനകത്ത് ഫോട്ടോണിക്സ്, ഫിസിക്സ്, മാത്സ്, അപ്ലൈഡ് കെമിസ്ട്രി, ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇതെല്ലാം 5 കൊല്ലത്തെ കോഴ്സാണ്. കമ്പ്യൂട്ടർ സയൻസിന് 20 സീറ്റ്, ബാക്കി ഇത്രയും ബയോളജി, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് 15 സീറ്റ് വീതം. ഫോട്ടോണിക്സിന് ഒരു 20 സീറ്റ് ഉണ്ട്. അതുകൊണ്ട് MSc കോഴ്സ് നിങ്ങൾ ലോ റാങ്ക് വരുമ്പോൾ കിട്ടുമെന്നുള്ളത് എക്സ്പെക്ടേഷൻ മാറ്റുക. MSc കോഴ്സ് നല്ല ടൈറ്റ് ആണ്, സീറ്റിന് എണ്ണം നോക്കി ഇത്രയേ ഉള്ളൂ. പക്ഷെ BTech വരുമ്പോഴത്തേക്കും KTU കോളേജസ് ഒരുപാടുണ്ട്. അപ്പൊ കിട്ടിയവർ പോലും എടുക്കാതെ പോകും. ഞാൻ തന്നെ എനിക്ക് കിട്ടിയിട്ടും അലോട്ട്മെന്റ് കിട്ടിയിട്ട് എനിക്ക് TKL വന്നപ്പോൾ ഞാൻ എന്താണ് അഡ്മിഷൻ ക്യാൻസൽ ചെയ്തതാ. അവര് അങ്ങനെ ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ കൊല്ലം തന്നെ CS കിട്ടി മെയിൻ ക്യാമ്പസിൽ, പക്ഷെ CET വന്നപ്പോഴത്തേക്ക് അത് ക്യാൻസൽ ചെയ്ത് പോയവരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പല റീസൺ വെച്ചിട്ടായിരിക്കും, ഒന്നുകിൽ ഫീസ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പോകാനുള്ള എളുപ്പം വെച്ചിട്ടായിരിക്കും, പല കാര്യങ്ങൾ കാണും. അപ്പോഴത്തേക്ക് ഇതാണ് MSc കോഴ്സ്. ഇത് കമ്പ്യൂട്ടർ സയൻസ് ആണ് MScയുടെ ഇന്റഗ്രേറ്റഡ് MSc. അപ്പൊ ഇതെല്ലാം 5 ഇയർ പ്രോഗ്രാം ആണ്. ഇനി നമ്മുടെ സയൻസ് അല്ലാതെ വരുമ്പോഴത്തേക്ക് എന്താണ്, BBA LLB 5 കൊല്ലത്തെ കോഴ്സ് 30 സീറ്റേ ഉള്ളൂ. 5 ഇയർ BCom LLB 30 സീറ്റേ ഉള്ളൂ. 3 ഇയർ LLB 40 സീറ്റ് ഉണ്ട്. 3 ഇയർ LLB 40 സീറ്റ് ഉണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ 5 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് LLB, BSc കമ്പ്യൂട്ടർ സയൻസും LLB ഉണ്ട്, അത് ഹോണേഴ്സും കൂടിയാണ്. അതിന് 25 സീറ്റ് ഉണ്ട്. അപ്പോഴത്തേക്ക് ഇത്രയാണ് നമ്മളെ UGക്ക് വരുന്ന സീറ്റ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൗണ്ടിന് വേണമെങ്കിൽ ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5, 5ന്റെ 90 ആകുമ്പോൾ 450 സീറ്റ്. പിന്നെ ഒരു 120 കൂടി വരുമ്പോഴത്തേക്കും 550, 570 വരും. പിന്നെ 600 വരും. 600 വരുമ്പോൾ പിന്നെ 690 വരും. 735 വരും. 735 റഫായിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കൂട്ടുമ്പോൾ 735 വേണമെങ്കിൽ നമുക്കിത് 35 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 770, 870, പിന്നെ എത്ര വരും, ഇത് 60 വരുമ്പോഴത്തേക്കും 960, 980, ഏകദേശം ഒരു 1000-1200 സീറ്റ് റേഞ്ച്. ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടിപ്പോയതാണ്, ചിലപ്പോൾ കൂട്ടിയത് മിസ്റ്റേക്ക് ആണ്, നിങ്ങൾ നോക്കുക. അപ്പോഴത്തേക്ക് ഇത്രയും ടൈറ്റ് ആണ്, അതായത് സീറ്റിന് എണ്ണം കുറവാണ്. അതുകൊണ്ടാണ് ക്യുസാറ്റ് ഇത്ര എന്താണ് നിങ്ങൾക്ക് ചില സമയത്ത് എന്താണ് അലോട്ട്മെന്റ് വയ്ക്കുമ്പോൾ കിട്ടുന്ന ടഫായി വരുന്നത്. പിന്നെ ലോവർ ബ്രാഞ്ച് വരുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ നോക്കിയേ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്യുസാറ്റ് കിട്ടി, പക്ഷെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് TKM വന്നപ്പോൾ ഓക്കെ, എന്റെ അന്നത്തെ ഓപ്ഷൻ TKM വീടിനടുത്താണ്. അന്ന് TKM ആയിരുന്നു കുറച്ചും കൂടി ഫെമിലിയർ. അപ്പൊ ഇത്രയും ഒരു പുഷില്ല, അത് ഞാൻ അലോട്ട്മെന്റ് വിഡ്രോ ചെയ്തു. അപ്പോഴത്തേക്കും ചിലപ്പോൾ എന്താണ് നിങ്ങൾക്ക് സെക്കൻഡ് ക്യാമ്പസിൽ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമെന്ന് വെച്ചാൽ സെക്കൻഡ് ക്യാമ്പസ് കുറെ പേര് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും റാങ്ക് കൂടുതൽ വരുന്നത്. പക്ഷേ ടോപ്പ് വരുമ്പോഴത്തേക്കും ഇതാണ് കാര്യം. പിന്നെ മെക്കാനിക്കലിനൊക്കെ സീറ്റ് അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി എന്താണ് താഴ്ത്ത് വരുന്നത്. പക്ഷെ അത് നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 സീറ്റ് വീതം ഉള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ KTU കോളേജ് വെച്ച് നോക്കുമ്പോൾ ഉള്ള കാര്യം എന്താണ്, KTU കോളേജിൽ ഇപ്പൊ 150 KTU കോളേജ് നോക്കുമ്പോൾ ഒരു കോളേജ് ആവറേജ് 50 സീറ്റ് ഓഫർ ചെയ്യും. എല്ലാ കോളേജിലും എല്ലാ ബ്രാഞ്ചും വേണമെന്നില്ല. ശരാശരി എല്ലാ കോളേജിലും കോമൺ ആയിട്ടുള്ള ബ്രാഞ്ച് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ സിവിൽ പോലുള്ള ബ്രാഞ്ച് 100 കോളേജ് തന്നെ 50 സീറ്റ് വെച്ച് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5000 സീറ്റ് എടുക്കാനുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു 2 ക്യാമ്പസേ ഉള്ളൂ. അതിൽ പല കാര്യങ്ങളും, മെക്കാനിക്കലൊന്നും സെക്കൻഡ് ക്യാമ്പസ് ഇല്ല. അപ്പൊ ആകെ 90 സീറ്റേ ഉള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾക്ക് വരുന്ന ഒരു ടൈറ്റ്. അപ്പൊ ഇത്രയാണ് ഞാൻ കണ്ടത്. പക്ഷേ സെക്കൻഡ് ക്യാമ്പസിൽ CS ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് ഞാൻ സൈറ്റിൽ നോക്കിയതാണ്. എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ അയച്ച് ഇട്ടേക്കാം, എന്റെ ഡിസ്ക്രിപ്ഷനിലോ കമന്റിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾ കയറി നോക്കാം, നിങ്ങൾക്ക് അവരെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ ഇത് റീഡ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ കാണാം.